ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിതാ അടുത്ത വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. കാണാത്തവർ എന്തായാലും കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ അതൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഞെക്കിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഞങ്ങളിവിടെ എത്തിയിട്ടോ. അതൊരു 1:30 ഒക്കെ ആയപ്പോഴാണ് ഞങ്ങളിവിടെ എത്തിയത്. അങ്ങനെ നമ്മളിതാ നല്ലൊരു ക്ലൈമറ്റ് ആട്ടോ. ശരിക്കും നല്ല വെയിലുണ്ടെങ്കിലും ആ ഒരു തണുപ്പുള്ളതുകൊണ്ട് വല്ലാണ്ട് അത് എഫക്റ്റ് ചെയ്തിട്ടില്ല. ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച്, സ്ഥലം മാറി, അതുകൊണ്ടുള്ള ആ ഒരു പിന്നെ ആളുകളുടെ സൗണ്ട് ഇതൊക്കെ കേട്ടപ്പോഴൊക്കെ ആയിരിക്കും മൂപ്പരാൾ ടെൻഷനായത്. സത്യം പറയുകയാണെങ്കിൽ എൻ്റെ എന്താ പറയുക, കുട്ടികളെ പോലെ തന്നെ ഞാൻ കരുതുന്ന ഒരാളാണല്ലോ. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായി. അതോടുകൂടി എൻ്റെ എല്ലാ അവിടെ സന്തോഷം അവിടെ കഴിഞ്ഞു, തീർന്നിട്ടി. അപ്പം വന്നപാടെ എല്ലാവരും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും അങ്ങനെ എല്ലാ ഇതിലും ഒരുങ്ങിയെങ്കിലും പക്ഷേ എനിക്ക് അതിനൊന്നും കഴിഞ്ഞില്ല. കാരണം എൻ്റെ ഫുൾ ഫോക്കസ് എൻ്റെ നോറക്കുട്ടീൻ്റെയിലായിരുന്നു. അവൾ ഒന്ന് റെഡി ആവട്ടെ എന്ന് വിചാരിച്ചു. റാസിക പറഞ്ഞു അത് റെഡി ആയിക്കോളും, അത് മാറി വന്നതിൻ്റെ ഒരു ടെൻഷനാണ് അതിന്, അത് മാറിക്കോളും, നീ വിട്ടേക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ ഇതാക്കി. പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല. പിന്നെ അധികം അവിടെ തന്നെ നിൽക്കാൻ കഴിഞ്ഞില്ല, കാരണം അവരൊരു ടൈം തന്നിട്ടുണ്ടായിരുന്നു ലഞ്ചിൻ്റെ. അപ്പം അങ്ങനെ ആ ഒരു ടൈമിന് കഴിച്ചിട്ടില്ലെങ്കിൽ അവർക്കതൊരു ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ നമ്മളെല്ലാവരും വേഗം ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരുക്കത്തിലേക്കാണ്. അപ്പം നമ്മൾ ഫുഡ് കൊണ്ടുവന്നതാണല്ലോ, ദം ബിരിയാണിയാണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അത് സെർവ് ചെയ്യുന്നത് ഏട്ടന്മാരനാണ്. അപ്പം എന്താ പറയുക, അടിപൊളി ബിരിയാണി ആയിരുന്നു. അതുപോലെ പിന്നെ നമ്മൾ വാങ്ങിയിരുന്നല്ലോ ഭക്ഷണം വരുമ്പം, സാദാ ഭക്ഷണം അത് ഒരു ഭാഗത്തുണ്ട്. അതുപോലെ കുറച്ച് ഡ്രിങ്ക്സും ഉണ്ടായിരുന്നു, 7-Upഉം പെപ്സി. വേഗം പോയത് ഞാൻ എൻ്റെ റൂമിലേക്കാണ്. കാരണം നോറൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് എനിക്ക് തീരെ സത്യം പറയണമെങ്കിൽ എനിക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുന്നില്ലായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഞാനത് ആ റൂമിലേക്ക് പോവുകയാണ്. പക്ഷെ മക്കളെല്ലാവരും പൂളിലേക്കാണ് പോയത്. എൻ്റെ മക്കളൊക്കെ പോയത് അങ്ങോട്ടാണ്. എന്തായാലും നല്ലൊരു കാലാവസ്ഥ, ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ഇതുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു സാധാരണക്കാർക്ക് എഫേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസൊക്കെ ആണ് ഈ ഒരു റിസോർട്ടിന്. എന്തായാലും ഇവിടൊക്കെ ഒന്ന് വന്ന് നോക്കണം, അടിപൊളി റിസോർട്ടാണ്. പിന്നെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ അതിന് പുറം കാഴ്ചകളാണ് ഇതിനെ ഭംഗി കൂട്ടുന്നത്. അങ്ങനെ ഞാൻ റൂമിലെത്തിയപ്പം പിന്നെ സൈലൻ്റ് ആയല്ലോ. അപ്പം മൂപ്പരാൾ ഓക്കെ ആയി, ഫുഡൊക്കെ കഴിക്കാൻ ഗ്രാജുവലി തുടങ്ങി വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് സമാധാനമായി. അങ്ങനെ ഇത് കണ്ടപ്പോൾ ഞാനത് വേഗം ഡ്രസ്സൊക്കെ ഒന്നും കൂടി ചേഞ്ച് ചെയ്ത് ഞാൻ വേഗം പോയി. അങ്ങനെ ഞാൻ ഓറനെ സെറ്റാക്കി വരുമ്പോഴേക്കും ഇവിടെ കുട്ടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അവർ കളി തുടങ്ങി.
എന്തായാലും നീന്തലും അവിടുന്ന് ഫോട്ടോഷൂട്ടും ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും 5:30 ആയിട്ടുണ്ട്. പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ ഞങ്ങൾ റൂമിലേക്ക് എത്തി. അങ്ങനെ ചേഞ്ചൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇതാവുമ്പോഴേക്ക് തന്നെ 6 o'clock ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അവർ ചായ കൊണ്ടു തന്നിരുന്നു. അങ്ങനെ മോള് ഡ്രസ്സൊക്കെ ചെയ്തു, ചായ ഒക്കെ കുടിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി പുറത്തേക്ക് ഇറങ്ങണം. പിന്നെ ഞങ്ങൾ റിസോർട്ടിൻ്റെ സൈഡിലായിട്ട് കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള സ്വിങ്ങും സ്ലൈഡും എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേറ്റവും ചെറിയ കുട്ടി കളിക്കുന്നുണ്ട്, അത് നോക്കണ്ട. കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കുന്ന കണ്ടപ്പം എനിക്കും ഒരു ആഗ്രഹം തോന്നി. ഞാനും പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കളിക്കാൻ തുടങ്ങി. ശരിക്കും നിങ്ങളും ചിരിക്കുന്നുണ്ടാവും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അവിടെ അവരുടെ ആളുകൾ ഇങ്ങനെ ക്യാമ്പ് ഫയർ സെറ്റാക്കി തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ശരിക്കും അവർ നല്ല ഹൈറ്റിലായിരുന്നു ആ ഒരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തത്. അതും പോരാത്തിന് അവർ കെട്ടിയ വെച്ച കയറും പൊട്ടിപ്പോയി. അങ്ങനെ വീണു. എന്തോ ഒരു ഭാഗ്യത്തിനാണ് അത് ആരുടെ മേലാവാഞ്ഞത്. എന്തായാലും കുഴപ്പമില്ല, അൽഹംദുലില്ലാഹ്, ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ അതായി. പക്ഷേ അവിടുന്ന് ഞങ്ങളതൊക്കെ ശരിക്കും കൂട്ടിയിട്ടിട്ട് നമ്മളത് നല്ല ആസ്വദിച്ചിരുന്നു. ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ായിരുന്നു. പിന്നെ അതിനുശേഷം എല്ലാ മക്കളും പോയത് ക്യാരംസ് കളിക്കാനാണ്. അങ്ങനെ കുറേ നേരം ക്യാരംസും കളിയും ഒക്കെ ആയിട്ട് അങ്ങനെ ടൈം പോയതേ അറിഞ്ഞില്ല. ലേറ്റായിട്ടാണ് കിടന്നത്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനി നാളത്തെ വിശേഷങ്ങളായിട്ട് ഞാൻ ഉടനെ വരുന്നു.